നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ, കാഞ്ഞങ്ങാട്. ആവേശം പകർന്ന് സംസ്ഥാനത്ത് മുന്നണികളുടെ കലാശപ്പോര്. പുതു ചരിത്രമെഴുതുമെന്ന് LDF. മുഴുവൻ സീറ്റിലും ജയമെന്ന് UDF. 2 അക്ക സീറ്റ് നേടുമെന്ന് NDA. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ. ഓരോ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളും അണികളും ഒരേ സ്ഥലത്ത് കൊട്ടിക്കലാശം നടത്തി ആവേശം നിറച്ചു. കൊട്ടിക്കലാശത്തിനിടെ പലയിടത്തും സംഘർഷം. ക്രെയിനുകളിലും JCBകളിലുമേറിയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോയിൽ പങ്കെടുത്തത്. 20 മണ്ഡലങ്ങളിലും വൈകിട്ട് 6ഓടെ കൊട്ടിക്കലാശത്തോടെ പരസ്യപ്രചാരണം സമാപിച്ചു. ഇന്ന് ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിനു ശേഷം നാളെ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ഇന്ത്യ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ പ്രധാനമന്ത്രി കസേരയിൽ ലേലം വിളി നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ വർഷവും ഓരോ സഖ്യത്തിന് ഓരോ പ്രധാനമന്ത്രിയായിരിക്കും. 5 വർഷം 5 പേർ. രാജ്യം ഭരിക്കണോ പ്രധാനമന്ത്രി കസേര ലേലം വിളിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്നും മോദി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. രാജ്യത്ത് കോടിക്കണക്കിന് ലക്ഷാധിപതികളെ സൃഷ്ടിക്കുമെന്ന് രാഹുൽ ഗാന്ധി. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബത്തിലെ സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ നൽകുന്ന കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ മഹാലക്ഷ്മി പദ്ധതിയെ പരാമർശിച്ചായിരുന്നു രാഹുലിൻ്റെ വാഗ്ദാനം. ചരിത്രത്തിൽ ആദ്യമായി ഭരണഘടനയെ തകർക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് BJP എന്നും, എന്നാൽ ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനാകില്ലെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ സഖ്യം ഭരണഘടനയെ സംരക്ഷിക്കാനാണ് പോരാടുന്നതെന്നും രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വ്യക്തമാക്കി. രാജ്യത്ത് BJPക്കെതിരായ അതിശക്തമായ അടിയൊഴുക്കുണ്ടെന്നും അത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ അടിയൊഴുക്ക് തിരിച്ചറിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് അധികാരത്തിലേറിയാൽ സ്ത്രീകളുടെ താലിമാല പോലും സുരക്ഷിതമായിരിക്കില്ലെന്ന് വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ കടുത്ത മറുപടി. പ്രക്ഷോഭത്തിനിടെ മരിച്ച 600 കർഷകരുടെ ഭാര്യമാരുടെ താലിമാലകളെക്കുറിച്ച് മോദിക്ക് എന്തുകൊണ്ട് ആശങ്കയില്ലെന്നും, മണിപ്പൂരിൽ പീഡനത്തിനിരയായി താലിമാല പോലും നഷ്ടമാകും വിധം സ്ത്രീകൾ ദുരിതമനുഭവിച്ചപ്പോൾ എവിടെയായിരുന്നു പ്രധാനമന്ത്രിയെന്നും, നോട്ട് നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ സ്ത്രീകളെക്കുറിച്ച് മോദിയുടെ കരുതൽ എവിടെയായിരുന്നുവെന്നും പ്രിയങ്ക ചോദിച്ചു. രാജ്യത്തിനു വേണ്ടി താലിമാല സമർപ്പിച്ച ആളാണ് തൻ്റെ അമ്മയെന്ന് അച്ഛൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം പരാമർശിച്ച് നേരത്തെ പ്രിയങ്ക മോദിയെ വിമർശിച്ചിരുന്നു. ഉറച്ചു നിൽക്കുന്ന ജനപ്രതിനിധികളാണ് ലോക്സഭയിൽ എത്തേണ്ടതെന്നും മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷത്തിന് കരുത്തു പകരേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏപ്രിൽ 26-ന് ജനങ്ങൾ അതാണ് രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പ് നടക്കും മുമ്പ് സ്ഥാനാർത്ഥികളെ വിലക്കെടുത്ത് ജനങ്ങളുടെ ജനാധിപത്യ അവകാശം റദ്ദു ചെയ്യുന്നതിലേക്ക് BJP മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്കെതിരെ തുറന്നടിച്ച് K സുധാകരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ഭാഗമായി കണ്ണൂരിൽ നടന്ന റോഡ് ഷോയ്ക്കിടെ തൻ്റെ പട്ടി പോലും BJPയിൽ പോകില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചു. തന്നെ അറിയുന്നവർ BJPയിലേക്ക് പോകുന്നതിനോ താനാണോ ഉത്തരവാദിയെന്ന് അദ്ദേഹം ചോദിച്ചു. ആരെങ്കിലും BJPക്ക് പോയതിന് താൻ എന്ത് വീഴ്ച? എനിക്ക് നല്ലൊരു പട്ടിയുണ്ട്, ബ്രൂണോ എന്നാണ് പേര്. അതുപോലും BJPയിലേക്ക് പോകില്ലെന്ന് അദ്ദേഹം പരിഹസിച്ചു. BJPയുടെ പ്രതിനിധിയില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ സൗകര്യങ്ങൾ കേരളത്തിന് ലഭിക്കില്ലെന്നും, അതുകൊണ്ട് BJP പ്രതിനിധി ജയിക്കണമെന്നും മെട്രോ മന്ത്രി E ശ്രീധരൻ. പൗരത്വ പ്രശ്നം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും, വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്ക് മാത്രമാണ് ഇത് വിഷയമെന്നും E ശ്രീധരൻ പറഞ്ഞു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയെ നേരിട്ട് കണ്ട് അമ്മ പ്രേമകുമാരി. യമനിലെ ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് നിമിഷപ്രിയയെ കാണാൻ അനുമതി ലഭിച്ചത്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും, മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുവെന്നും പ്രേമകുമാരി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്നും അമ്മ പറഞ്ഞു. LDFും BJPയും തമ്മിലാണ് തിരുവനന്തപുരത്ത് മത്സരം എന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തിരുവനന്തപുരത്ത് മത്സരം BJPയും LDFും തമ്മിലാണെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞതിൽ തെറ്റില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതിൻ്റെ മുഖ്യ പോരാളി RSS നയിക്കുന്ന BJP തന്നെയാണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സുഗമവും സുരക്ഷിതവുമായി വോട്ടെടുപ്പ് നടത്തുന്നതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പോലീസ് വിന്യാസമാണ് ഉള്ളത്. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ ഉണ്ടായിരിക്കണമെന്ന് വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് വി ഡി സതീശൻ. പാചകവാതകം, പെട്രോൾ എന്നിവയുടെ വില കുറക്കും, 15 ലക്ഷം അക്കൗണ്ടിൽ ലഭിക്കും, കർഷകന്റെ വരുമാനം കൂട്ടും എന്നീ ഗ്യാരണ്ടികൾ ഒന്നും ഇതുവരെ പാലിച്ചിട്ടില്ല. മോദിയുടെ ഗ്യാരണ്ടി എന്ന വാക്കിന് ചാക്കിന്റെ വില പോലുമില്ല. തെരഞ്ഞെടുപ്പിൽ UDFന് ഊർജ്വല വിജയമുണ്ടാകുമെന്നും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ പരാജയമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം UDF ചെയർമാൻ എന്ന നിലയിൽ തനിക്കായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. പോളിംഗ് സ്റ്റേഷനുകൾ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യം നീക്കം ചെയ്യലും സംസ്കരണവും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി അധികൃതർ. മാലിന്യങ്ങൾ തരംതിരിച്ച് സംഭരിക്കുന്നതിനുള്ള സംവിധാനം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുക്കണം. കോഴിക്കോട് ICU പീഡനക്കേസിലെ അതിജീവിതയുടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലെ സമരം അവസാനിപ്പിച്ചു. IG കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് തീരുമാനം. വനിതകൾക്കും അംഗപരിമിതർക്കും മുതിർന്ന പൗരന്മാർക്കും അന്ധന്മാർക്കും ഫസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന സീറ്റുകളിൽ ക്രമീകരണം ഏർപ്പെടുത്തി. യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ച് ഇവർക്കായി നൽകിയിരിക്കുന്ന നമ്പറുകളിലെ സീറ്റുകളിലും ഓൺലൈൻ കൗണ്ടർ ബുക്കിങ്ങും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം. നല്ല കുടിവെള്ളം, നല്ല ആരോഗ്യം, നല്ല ജീവിതം. കാഞ്ഞങ്ങാട് മാണിക്കോത്ത് ഗ്രീൻ ഷോപ്പിയിൽ നല്ല കുടിവെള്ളം സമ്മാന പദ്ധതി വീണ്ടും ആരംഭിച്ചിരിക്കുന്നു.